തലസ്ഥാനത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴക്കൂട്ടത്തെ IT ജീവനക്കാർക്ക് ഹോസ്റ്റൽ മുറിയിൽ നേരിടേണ്ടി വന്ന പീഡനം. ആ പീഡനക്കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. അന്വേഷണത്തിന് നേതൃത്വം വഹിച്ച തിരുവനന്തപുരം DCP T ഫറാഷ് നമ്മോടൊപ്പം ചേരുകയാണ്. സർ, സീറോ എവിഡൻസിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ പ്രതിയെ വലയിലാക്കിയത്? നമുക്ക് കേസ് എടുക്കുന്ന സമയത്ത് പ്രതി എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാനോ അതല്ലെങ്കിൽ പറയാനോ ഒരു പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു രൂപം ഉണ്ടായിരുന്നില്ല, ഒരു പ്രത്യേകിച്ച് ഒരു ഫോട്ടോയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കംപ്ലീറ്റ്ലി സീറോ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഈ ഒരു ഒഫൻസ് നടന്ന ഏരിയ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത്. അവിടുത്തെ വാഹനങ്ങളെ കേന്ദ്രീകരിച്ച്, അവിടുത്തെ CCTV കേന്ദ്രീകരിച്ച് ഒക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ അന്വേഷണത്തിലാണ് നമ്മൾ പ്രതിയിലേക്ക് എത്തുന്നത്. സർ, ഇപ്പോൾ സർ പറഞ്ഞു സീറോ എവിഡൻസ് ആണ്, ആ പ്രദേശത്ത് CCTV ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഈ തമിഴ്നാട്ടിലേക്ക് എത്തി സാഹസികമായിട്ടാണോ ഇയാളെ പിടികൂടിയത്? നമ്മൾ പ്രതിയെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം, നമ്മൾ പ്രതിയെന്ന് സൂചന ലഭിച്ച ആളിലേക്ക് എത്തിയതിനു ശേഷം ആളെ പിന്തുടരുകയായിരുന്നു. തുടർന്നാണ് നമ്മൾ മധുരയിലെത്തി പോലീസ് ടീം അയാളുടെ പിന്നാലെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്. പ്രതിയെക്കുറിച്ചുള്ള പ്രൈമറി ഇൻഫർമേഷൻ എന്താണ്? ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കേസ് എടുക്കുന്ന സമയത്ത് വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിയെക്കുറിച്ച് ഒരു സൂചനയുമില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് പ്രതിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്നത് അത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഐഡന്റിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത്. ലോറി ഡ്രൈവർ ആണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിലവിൽ നമുക്കുള്ള ഇൻഫർമേഷൻ. ലോറി ഡ്രൈവറാണ്, ആ ലോറി ആയിട്ടാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ ലോറി കേന്ദ്രീകരിച്ചാണ് നമ്മുടെ അന്വേഷണം മുന്നോട്ട് പോയിട്ടുള്ളത്. മധുര സ്വദേശി തന്നെയാണ്. അതെ. ഇപ്പോ ഈ CCTVയോ സെക്യൂരിറ്റി ഓഫീസറോ ഒന്നുമില്ലാത്തൊരിടത്താണ് ഇത് നടന്നതെന്ന് പറയുന്നു. കഴക്കൂട്ടം പോലൊരു തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയിൽ ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ പാടുള്ളതാണോ? കഴക്കൂട്ടം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന, ജോലി ചെയ്യുന്ന, രാത്രി പകല് എന്ന വ്യത്യാസമില്ലാതെ ധാരാളം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനെയും അതുപോലെ സിറ്റി പോലീസിന്റെയും നേതൃത്വത്തിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പെട്രോളിംഗ്, അതുപോലെ തന്നെ പിങ്ക് പെട്രോളിംഗ് എല്ലാം നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുന്നത് കൊണ്ട് ഒത്തിരി ഹോസ്റ്റലുകളുണ്ട്, ഒത്തിരി PG റൂമുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ കേന്ദ്രീകരിച്ച് പ്രത്യേകം സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം സ്ഥാപനങ്ങളിലെ ഓണേഴ്സുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ ചെക്കിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ഇന്റൻസിഫൈ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഈ സംഭവത്തിന് ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് ഇതൊരു ഹോസ്റ്റൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഇയാൾ എങ്ങനെ എത്തി? കാരണം ഒരു പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നതിന്, പുരുഷൻ കടന്നു ചെല്ലുന്നതിന് പുറത്തുനിന്നൊരാൾക്ക് പോലും പരിമിതികളുണ്ട്. അപ്പോൾ അയാൾ അവിടെ കയറി, അതിന്റെ മുറിക്കുള്ളിൽ കയറി ആ പെൺകുട്ടിയെ മോശമായി പെരുമാറി. അപ്പോൾ അതൊരു ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഗുരുതരമായ സ്വഭാവമുള്ള സംഭവമല്ലേ? അപ്പോൾ ആ ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ചും ഇനി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു ഹോസ്റ്റലിനെ കേന്ദ്രീകരിച്ചും എന്തെങ്കിലും തരത്തിൽ പുതിയ നടപടികൾ സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ഹോസ്റ്റലുകളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളത് കേരള പോലീസ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ, അതുപോലെ തന്നെ സ്ത്രീകൾ താമസിക്കുന്ന ഏരിയകളിൽ ഇവിടെയൊക്കെ വ്യക്തമായിട്ടുള്ള സുരക്ഷ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി, വാർഡൻ പോലെയുള്ള ആളുകൾ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അത് ഉറപ്പുവരുത്താനുള്ള നടപടികൾ നമ്മൾ എന്തായാലും കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുക തന്നെ ചെയ്യും. ഈ ഹോസ്റ്റലിൽ അങ്ങനെയുള്ള സെക്യൂരിറ്റി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ച് മറ്റെന്തെങ്കിലും അവിടെ ഒരു വീഴ്ചയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ നമ്മൾ ചെയ്യും. ഈ കേസിൽ ഇനി തുടർ നടപടികൾ എന്താണ്? ഇന്ന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമോ? അതിന്റെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? നിലവിൽ നമ്മൾ സംശയിക്കുന്ന ആളെയാണ് നമ്മളിപ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രതി കുറ്റം സംബന്ധിച്ചതുകൊണ്ട് ബാക്കി അറസ്റ്റ് പോലുള്ള നടപടികൾ കോടതിയിൽ ഹാജരാക്കുക, മറ്റ് ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ടുള്ള എവിഡൻസ് കളക്ഷൻ ഇതെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഈ പ്രതി അതിർത്തി വിട്ടുകഴിഞ്ഞാൽ താൻ സേഫ് ആണെന്നൊരു തോന്നൽ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അത് ആ ഒരു വിശ്വാസത്തിലാണോ ഇയാൾ വേഗത്തിൽ ഇത്തരത്തിലുള്ള എസ്കേപ്പ് നടത്തിയത്? പ്രതി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല നമ്മൾ ഇത്ര പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമെന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ മിനിയാന്നാണ് നമ്മൾ കേസ് റിപ്പോർട്ടാവുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടും ഒരു സൂചനയും ഇല്ലാത്ത ഒരു കേസിൽ നിന്നാണ്. അപ്പോൾ ഒരുപക്ഷെ പ്രതിയിലേക്ക് ഇത്ര പെട്ടെന്ന് പോലീസ് എത്തുമെന്ന് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും അഭിനന്ദനങ്ങൾ. 48 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിക്കാൻ സാധിച്ചു, അതും സീറോ എവിഡൻസ് എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഒരു നടപടി കൊണ്ട് ഇത് അവസാനിക്കില്ല എന്നും കഴക്കൂട്ടം കേന്ദ്രീകരിച്ചുള്ള വിശദമായ പരിശോധന ഉണ്ടാകുമെന്നുമാണ് DCP നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു നാഗാവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.